കേരള സർക്കാരിൻ്റെ കീഴിൽ സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്കാണ് പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത്. യോഗ്യതയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാം. നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട. സ്റ്റുഡിയോ അസിസ്റ്റൻ്റ് പോസ്റ്റാണ്. വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. 30/7/2024 ഗസറ്റഡിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് 4/9/2024 വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. 241/2024 എന്ന കാറ്റഗറി നമ്പറിലൂടെ കേരള PSCൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ ഇനി പറയാൻ പോകുന്ന യോഗ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. PSCൻ്റെ വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. കൊളീജിയറ്റ് എഡ്യൂക്കേഷൻ മ്യൂസിക്കൽ കോളേജസിലേക്കാണ് ഡിപ്പാർട്ട്മെൻറ്റാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. പോസ്റ്റ് നെയിം നോക്കുകയാണെങ്കിൽ സ്റ്റുഡിയോ അസിസ്റ്റൻ്റ് പോസ്റ്റാണ്. ഏകദേശം 60,700 രൂപ വരെ ശമ്പളം ലഭിക്കാവുന്ന പോസ്റ്റാണ്. നിലവിൽ ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഇനി പറയാൻ പോകുന്ന ഏജ് ലിമിറ്റ്, യോഗ്യത ഇതൊക്കെ ഉള്ളവർക്ക് ഡയറക്റ്റ്ലി PSCൻ്റെ വെബ്സൈറ്റിൽ കയറി അപേക്ഷിക്കാം. ഏജ് ലിമിറ്റ് 22 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. 2/1/1988 1/1/2002 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവരാണ് അപ്ലൈ ചെയ്യാനായിട്ട് എലിജിബിൾ ആയിട്ടുള്ളത്. SC/STക്ക് 5 വർഷത്തെയും OBCക്ക് 3 വർഷത്തെയും പ്രായത്തിലിളവ് നൽകപ്പെടുന്നതായിരിക്കും. ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞത് നാഷണൽ ഡിപ്ലോമ ഓർ BFA ഇൻ പെയിൻറ്റിംഗ് അല്ലെങ്കിൽ സ്കൾപ്ചർ ഓർ അപ്ലൈഡ് ആർട്ട് ഫ്രം എ റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ അതിന് ഇക്വവാലൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു യോഗ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അതിന് ഇക്വവാലൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. നിങ്ങൾ എലിജിബിൾ ആണോ അല്ലയോ എന്ന് കാണാൻ സാധിക്കും. അതുപോലെ ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അവിടെ ലഭിക്കും. അവിടെ ഇക്വവാലൻ്റ് യോഗ്യത കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങളുടെ അറിവിൽ ഈ പറഞ്ഞ യോഗ്യതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക. പരമാവധി പെട്ടെന്ന് ഷെയർ ചെയ്യുക. അതുപോലെ ലാസ്റ്റ് ഡേറ്റ് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. 4/9/2024 വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്നതായിരിക്കും.